കൂട്ടുകാരെ നമസ്കാരം. ഷെഫ് ജോജിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചിക്കൻ മസാല പൗഡറാണ്. ചിക്കൻ മസാല പൗഡറിന് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. ആദ്യം കറുകപ്പട്ട 3 പീസ്, ഏലയ്ക്ക 8 പീസ്, ഗ്രാമ്പു 15 പീസ്, ജീരകം 2 ടേബിൾ സ്പൂൺ, പെരിഞ്ജീരകം 2 ടേബിൾ സ്പൂൺ, മല്ലി 40 ഗ്രാം അല്ലെങ്കിൽ അര കപ്പ്, ബിരിയാണി ഇല 2 വലിയ പീസ്, അണ്ടിപ്പരിപ്പ് 10 പീസ്, കറിവേപ്പില 3 തണ്ട്, സ്റ്റാർ അല്ലെങ്കിൽ തക്കോലം 2 പീസ്, കുരുമുളക് 1 ടേബിൾ സ്പൂൺ, ഉണക്കമുളക് 15. ഇനി ഈ ചേരുവകളെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കിയെടുക്കാം. അതിലേക്ക് കറുകപ്പട്ട, ഗ്രാമ്പു, ഏലയ്ക്ക, തക്കോലം, പിന്നെ ബേ ലീഫ്, ഇത്രയും സാധനങ്ങൾ ചേർത്ത് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. സ്ലോ ഫയറിലാണ് ഇത് ചെയ്യേണ്ടത്. തീ കൂട്ടി വെക്കുവാണെങ്കിൽ ഇത് വേഗം കരിഞ്ഞു പോകും. ഇനി ബാക്കിയുള്ള ചേരുവകൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം കുരുമുളക് ചേർക്കാം. കുരുമുളക് 1 ടേബിൾ സ്പൂൺ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് 10 പീസാണ് പറഞ്ഞത്, പക്ഷേ ഇത് 2 പീസ് ആയിരുന്നുകൊണ്ട് അത് 20 എടുത്തിട്ടുണ്ട്. ജീരകം 1 ടേബിൾ സ്പൂണ്, അതുപോലെ പെരിഞ്ജീരകം 1 ടേബിൾ സ്പൂൺ കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കിന് കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഉണക്കമുളകും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. 15 പീസ് ഉണക്കമുളകാണ് നമ്മൾ ഇതിനായി എടുത്തിട്ടുള്ളത്. ഇനി അവസാന ചേരുവയായിട്ട് മല്ലി കൂടി ചേർക്കാം. അര കപ്പ് മല്ലി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ആ ചെറിയ ചൂടിൽ തന്നെ നന്നായിട്ട് ഫ്രൈ ആക്കിയെടുക്കാം. നമ്മളിതിൽ 12 ചേരുവകളാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് തേങ്ങ ചെറുകിതിട്ട് വറുത്തെടുക്കുന്നതും ചിക്കൻ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാക്കും. എന്നാൽ അത് ഈ മസാലപ്പൊടി അധികം ദിവസം ഇരിക്കത്തില്ല. അതുകൊണ്ട് ഇതുപോലെ തന്നെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇത് ഏകദേശം 1 മാസത്തോളം കേടുകൂടാതിരിക്കും. എന്നാൽ തേങ്ങ ചേർക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മളത് ഉപയോഗിച്ച് തീർക്കും. ഇപ്പോൾ ചിക്കൻ മസാല പൗഡറിന് ആവശ്യമായ ചേരുവകളെല്ലാം നന്നായി ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയതിനു ശേഷം മിക്സി ഉപയോഗിച്ച് നന്നായി പൊടിച്ചെടുക്കാം. അപ്പോൾ വളരെ എളുപ്പം തന്നെ ചിക്കൻ മസാല പൗഡറിന് ആവശ്യമായ പൗഡർ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആദ്യമായി വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.